ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. തലയെറുക്കാൻ പോകുന്ന കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊടുത്ത ഇറാനിയൻ കമ്മ്യൂണിസ്റ്റുകൾ, കേരളത്തിൽ വിസ്മരിക്കപ്പെടുന്ന ഇറാനിയൻ രക്തസാക്ഷികൾ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ ആവേശത്തോടെ അയത്തുള്ള ഖൊമൈനിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചു ചിരിക്കുന്ന ആ പെൺകുട്ടികൾ അറിഞ്ഞിരുന്നില്ല തങ്ങൾ ആവേശത്തോടെ വരവേൽക്കുന്നത് തങ്ങളുടെ അന്തകനെയാണെന്ന്. വിപ്ലവത്തിൻ്റെ ലഹരിയിൽ സ്വന്തം കഴുത്തെറുക്കാൻ പോകുന്ന കത്തിക്ക് സ്വയം മൂർച്ച കൂട്ടിക്കൊടുത്ത ഇറാനിയൻ കമ്മ്യൂണിസ്റ്റുകളുടെയും വഞ്ചിക്കപ്പെട്ട ഒരു ജനതയുടെയും ചോരയിലിക്കുന്ന ചരിത്രമാണിത്. 1979 ഇറാൻ വിപ്ലവം ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചതിയുടെ കഥയാണ്. കൂടെ നിന്ന് പോരാടിയവരോട് കാട്ടിയ കൊടും ക്രൂരതയുടെ കഥ. ഷാ പഹ്ലവിയുടെ ഭരണകാലത്ത് ഇറാൻ സാമ്പത്തികമായി വലിയ വളർച്ച കൈവരിച്ചു. ഷായുടെ ഭരണം ഇറാനെ ഒരു പാശ്ചാത്യ രാജ്യത്തിന് സമാനമായി മാറ്റി. സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചു. അവർ മിനിസ്കർട്ട് ധരിച്ചു നടന്നു. സർവകലാശാലകളിൽ പെൺകുട്ടികൾ നിറഞ്ഞു നിന്നു. സ്ത്രീകൾ പുരുഷന്മാർക്കൊപ്പം തുല്യമായി ജോലി ചെയ്തു. എന്നാൽ ഈ വികസനത്തിനൊപ്പം തന്നെ ഷായുടെ ഭരണം അടിച്ചമർത്തലുകൾ ഉള്ളതായിരുന്നു എന്ന് ഒരു വിഭാഗം വിശ്വസിച്ചു. സമ്പത്ത് ഒരു ചെറിയ വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നു എന്ന ആക്ഷേപവും ഉയർന്നു വന്നു. ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകളെയും ഇസ്ലാമിസ്റ്റുകളെയും വിദ്യാർത്ഥികളെയും അന്ന് ഷായ്ക്കെതിരെ ഒന്നിക്കാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഷായുടെ ഏകാധിപത്യം ഇല്ലാതാക്കാൻ ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാരും വിദ്യാർത്ഥികളും കൈകോർത്തത് ഖൊമൈനി എന്ന തന്ത്രശാലിയായ മത നേതാവിനോടായിരുന്നു. പാരീസിലെ സുഖസൗകര്യങ്ങളിലിരുന്ന് ഖൊമൈനി അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത്രമേൽ മോഹിപ്പിക്കുന്നതായിരുന്നു. മതനേതാക്കൾ അധികാരം കൈയാളില്ല, ജനാധിപത്യം വരും, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടാകും എന്നൊക്കെയായിരുന്നു ആ പ്രഖ്യാപനങ്ങൾ. ഇത് വിശ്വസിച്ച് ഷായെ അട്ടിമറിക്കാൻ അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഖൊമൈനിക്ക് ചവിട്ടുപടികളായി മാറി. കമ്മ്യൂണിസ്റ്റുകാരും ലിബറൽ ചിന്താഗതിക്കാരും കരുതിയത് ഷായെ പുറത്താക്കാൻ ഖൊമൈനി ഒരു നിമിത്തമാകുമെന്നും അതിനുശേഷം തങ്ങൾക്ക് അധികാരം പങ്കിടാമെന്നുമാണ്. പാവപ്പെട്ടവർക്ക് സൗജന്യ വൈദ്യുതിയും വെള്ളവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. എന്നാൽ അധികാരം ഉറപ്പിച്ച നിമിഷം ഖൊമൈനി തൻ്റെ പൈശാചിക മുഖം പുറത്തെടുത്തു. വിപ്ലവം വിജയിച്ച മാസങ്ങൾക്കുള്ളിൽ തന്നെ ഖൊമൈനിയുടെ വിപ്ലവ ഗാർഡുകൾ തെരുവുകൾ കൈയടക്കി. ആദ്യം അവർ വേട്ടയാടിയത് വിപ്ലവത്തിന് കൂടെ നിന്ന കമ്മ്യൂണിസ്റ്റുകാരെയും ലിബറലുകളെയും ആയിരുന്നു. മതനിന്ന് ആരോപിച്ച് 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ ജയിലിലടച്ചു. വിപ്ലവത്തിന് തോളോട് തോൾ ചേർന്ന് പോരാടിയ സഖാക്കളെ ഖൊമൈനിയുടെ വിപ്ലവ കോടതികൾ വിചാരണ പോലുമില്ലാതെ വെടിവെച്ചു കൊന്നു. വിപ്ലവത്തിൻ്റെ ചാലകശക്തിയായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഖൊമൈനി പൂർണ്ണമായും തുടച്ചു നീക്കി. സ്ത്രീകൾക്കു നേരെ നടന്നത് വിവരണാതീതമായ ക്രൂരതകളായിരുന്നു. 9 വയസ്സായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട് വിവാഹപ്രായം കുറച്ചു. ജോലിസ്ഥലങ്ങളിൽ നിന്നും പൊതുവിടങ്ങളിൽ നിന്നും സ്ത്രീകൾ ആട്ടിയോടിക്കപ്പെട്ടു. വിപ്ലവം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്ത്രീകൾക്ക് മേൽ ഹിജാബ് അടിച്ചേൽപ്പിച്ചു. ഇതിനെതിരെ തെരുവിലിറങ്ങിയ പെൺകുട്ടികളെ സൈന്യം മൃഗീയമായി വേട്ടയാടി. വിപ്ലവ വിരുദ്ധരെന്ന് മുദ്രകുത്തപ്പെട്ട പെൺകുട്ടികളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും അവരെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് ജയിൽ അധികൃതർ നിർബന്ധപൂർവ്വം ബലാത്സംഗം ചെയ്യണമെന്ന പൈശാചികമായ ഫത്വ ഖൊമൈനി പുറപ്പെടുവിച്ചു. കന്യകകളായി മരിച്ചാൽ അവർ സ്വർഗത്തിൽ പോകുമെന്നും ഭരണകൂടത്തിൻ്റെ ശത്രുക്കൾ സ്വർഗത്തിൽ പോകാൻ പാടില്ലെന്നുമുള്ള വിചിത്രമായ യുക്തിയായിരുന്നു ഇതിനു പിന്നിൽ. വധശിക്ഷ നടപ്പിലാക്കിയ ശേഷം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അധികൃതർ ഒരു കഥയ്ക്കും നിങ്ങളുടെ മകളെ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചു എന്ന പരിഹാസം നിറഞ്ഞ സന്ദേശം, കൂടെ മഹർ എന്ന പേരിൽ കുറച്ച് പണവും. സ്വന്തം മകളെ ഭരണകൂടം ബലാത്സംഗം ചെയ്തു കൊന്നു എന്നറിഞ്ഞിട്ടും ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത മാതാപിതാക്കളുടെ വേദന വാക്കുകൾക്ക് അപ്പുറമായിരുന്നു. 1988 ആ കറുത്ത വേനൽക്കാലത്ത് ഖൊമൈനിയുടെ ഒരൊറ്റ ഉത്തരവ് വഴി 5000-ലധികം കമ്മ്യൂണിസ്റ്റുകാരായ രാഷ്ട്രീയ തടവുകാരെയാണ് വെറും 5 മാസത്തിനുള്ളിൽ തൂക്കിലേറ്റിയത്. ഡെത്ത് കമ്മിറ്റി എന്ന് വിളിക്കപ്പെട്ട കൊലയാളി സംഘം ജയിലുകളിൽ കയറിയിറങ്ങി വിപ്ലവ വിരുദ്ധരെ കൂട്ടക്കൊല ചെയ്തു. അവരുടെ മൃതദേഹങ്ങൾ ട്രക്കുകളിൽ കയറ്റി അജ്ഞാത കുഴികളിൽ തള്ളി. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മൃതദേഹം കൊടുത്തില്ലെന്ന് മാത്രമല്ല, അവർക്കായി കരയാനോ പ്രാർത്ഥിക്കാനോ പോലും അനുവാദമുണ്ടായിരുന്നില്ല. ജനാധിപത്യം മോഹിച്ച ഒരു ജനത എങ്ങനെയാണ് മതപരമായ ഏകാധിപത്യത്തിൻ്റെ ഇരകളായതെന്ന് ഈ പെൺകുട്ടികളുടെ ചിരിക്കുന്ന ചിത്രം ഇന്നും ലോകത്തോട് വിളിച്ചു പറയുന്നു. ഷായെ മാറ്റിയാൽ സ്വർഗം കിട്ടുമെന്ന് കരുതിയവർക്ക് കിട്ടിയത് നരകതുല്യമായ ജീവിതമായിരുന്നു. ആധുനിക ഇറാൻ എന്ന സ്വപ്നം ഖൊമൈനി എന്ന മതഭ്രാന്തൻ്റെ കാലത്തിനിടയിൽ ചതഞ്ഞ് അരഞ്ഞുപോയി. ഇന്നും ഇറാനിലെ ഓരോ പെൺകുട്ടിയും ഹിജാബിനെതിരെയും ഭരണകൂടത്തിനെതിരെയും പോരാടുമ്പോൾ അവർ യഥാർത്ഥത്തിൽ പൊരുത്തുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തങ്ങളുടെ മുൻഗാമികൾക്ക് പറ്റിയ ആ വലിയ അബദ്ധം തിരുത്താനാണ്. ആ ഫോട്ടോ വെറുമൊരു ഓർമ്മയല്ല, അത് ലോകത്തിനുള്ള വലിയൊരു താക്കീതാണ്. മതമൗലികവാദം ജനാധിപത്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞെത്തിയാൽ വിശ്വസിക്കരുത്. കാരണം അവർ ആദ്യം കൊല്ലുന്നത് നിങ്ങളെയായിരിക്കും. ഇത്രയേറെ ക്രൂരതകൾ സ്വന്തം സഖാക്കൾക്കും സ്ത്രീകൾക്കും നേരെ അഴിച്ചുവിട്ട അതേ ഖൊമൈനിയെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെയും ഇങ്ങ് കേരളത്തിലെ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വെള്ളപൂശുന്നു എന്നത് ലജ്ജാകരമാണ്. അമേരിക്കൻ വിരുദ്ധത എന്ന ഒറ്റ ലെവലിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഈ മത ഏകാധിപത്യത്തെ പിന്തുണയ്ക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഇറാനിൽ ക്രൂരമായി കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് സഖാക്കളുടെയും സ്ത്രീകളുടെയും ഓർമ്മകളെ അവഹേളിക്കുകയുമാണ് ചെയ്യുന്നത്.
സ്വന്തം പ്രത്യയശാസ്ത്രത്തെയും സഹപ്രവർത്തകരെയും ഉന്മൂലനം ചെയ്ത ഒരു ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നതിലും വലിയ എന്ത് വഞ്ചനയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചെയ്യാൻ കഴിയുക?